ഡൊണാൾഡ് ട്രംപ് രണ്ടാം പ്രാവശ്യം അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി ദിനം പ്രതിയാണ് മൈ ഫ്രണ്ട് മോദിയെ അപമാനിക്കുന്നത്. മൈ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപിനെ കാണുമ്പോഴെല്ലാം അങ്ങോട്ട് കെട്ടിക്കേറി ചെന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് ഭക്തർക്ക് മുമ്പിൽ കാണിച്ച് താൻ വിശ്വഗുരുവാണ് എന്നും പറഞ്ഞ് നിർവൃതി കൊള്ളുന്ന മോദിയെ ട്രംപ് ഇതുപോലെ അവഗണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചില്ല. അതും ചൈനയെ കൂട്ടുപിടിച്ച് മോദിയെ ഇതുപോലെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭക്തർ വെറുതെ ഇരിക്കില്ല ട്രംപേ. ഇത് അവസാനം വരെ കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാവും കേട്ടോ. ഇന്ത്യയിലെ മന്ദഭക്തന്മാരെല്ലാം മോദിയെക്കാളും ദൈവത്തെ പോലെ കാണുന്ന ആളാണ് ട്രംപ്. ഒരു ഭക്തൻ ട്രംപിന് വേണ്ടി അമ്പലം നിർമ്മിക്കുകയും ദിവസേന പൂജിക്കുകയും ചെയ്ത് അദ്ദേഹത്തിന് കൊറോണ വന്നപ്പോൾ മനം നൊന്ത് ഭക്ഷണവും വെള്ളവും ഉപേക്ഷിച്ച് അവസാനം മരിച്ചു പോവുകയും ഉണ്ടായ നാടാണ് ഇന്ത്യ. അതുപോലെ ട്രംപിന്റെ വിജയത്തിനു വേണ്ടി പൂജ ചെയ്യുന്ന ഇന്ത്യയിലെ ചില സന്യാസിമാരുടെയും ഭക്തരുടെയും വീഡിയോകളും നമ്മൾ കണ്ടതാണ്. ട്രംപ് വിജയിച്ചു കഴിഞ്ഞപ്പോൾ അമേരിക്കയിലും ഹിന്ദു പ്രസിഡന്റായി എന്നും പറഞ്ഞ് ട്രംപും ഇലോൺ മസ്കും കാവി അണിഞ്ഞ് അഭിവാദ്യം ചെയ്യുന്ന AI വീഡിയോ ഉണ്ടാക്കി നിർവൃതി അടഞ്ഞവരാണ് ഇന്ത്യയിലെ ഗോതിമീഡിയ ആങ്കേഴ്സ് ഉൾപ്പെടെയുള്ള മോദി ഭക്തന്മാർ. എന്നാൽ വിജയിച്ചതിന് ശേഷം അനുമോദിക്കാനായി മോദി ഫോൺ ചെയ്തപ്പോൾ ഫോൺ എടുക്കാൻ പോലും ട്രംപ് കൂട്ടാക്കിയില്ല. മറിച്ച് ട്രംപിന്റെ ഒരു അസോസിയേറ്റ് ആണ് മോദിയുടെ ഫോൺ അറ്റൻഡ് ചെയ്തത്. പിന്നീട് സ്വന്തം കറൻസി ട്രേഡിന് ഉപയോഗിക്കുമെന്ന് വീമ്പ് മുഴക്കിയ മോദിയോട് ട്രേഡിന് അമേരിക്കൻ ഡോളർ ഉപയോഗിച്ചില്ലെങ്കിൽ 100% താരിഫ് ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തി. ലേലു വല്ലു എന്ന് പറഞ്ഞ് ഉടനെ തന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ ഡോളറിനെ ദുർബലപ്പെടുത്താൻ ഇന്ത്യക്ക് ഒരു ആഗ്രഹവുമില്ല എന്ന് ഇന്റർനാഷണൽ ഫോറത്തിൽ വരെ ക്ഷമ പറഞ്ഞതാണ്. ഇപ്പോഴിതാ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത എല്ലാ ഭക്തരെയും കണ്ണീരിലാഴ്ത്തുന്നതാണ്. ട്രംപിന്റെ ഇനാഗുറേഷന് വിശ്വഗുരുവിനെ ക്ഷണിച്ചില്ല. എന്നാൽ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഇനാഗുറേഷന് ക്ഷണിച്ചിരിക്കുകയാണ് ട്രംപ്. ഇത് വെറുതെ ഉണ്ടാക്കി പറയുന്നതല്ല. എല്ലാ അമേരിക്കൻ മീഡിയകളിലും ഇത് വാർത്തയായതാണ്. അതിന്റെ തെളിവ് വ്യക്തമായി കണ്ടുകൊള്ളൂ. ഇത് CBS ന്യൂസിൽ അതിനെക്കുറിച്ച് വന്ന വാർത്ത. ഡിസംബർ 12 ഡേറ്റുമായി ഫോർബ്സിൽ വന്ന വാർത്തയാണ് ഇത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ ഇനാഗുറേഷന് ക്ഷണിച്ചത് ഇതിനു മുൻപുണ്ടായിട്ടില്ലാത്ത കാര്യമാണ്. ഇത് വളരെ അസാധാരണമാണ്. കാരണം ഇതിനു മുൻപ് ഒരിക്കലും വിദേശ നേതാക്കൾ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇനാഗുറേഷനിൽ പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ചൈനയ്ക്കെതിരെ വലിയ താരിഫ് ചുമത്തും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ആൾ കൂടിയാണ് ട്രംപ്. ഇത് അസോസിയേറ്റഡ് പ്രസിൽ വന്ന വാർത്ത. അതിന്റെ ഹെഡിങ് പറയുന്നത് ചൈനയ്ക്കെതിരെ വലിയ നികുതി ചുമത്തും എന്ന് പറയുമ്പോഴും ട്രംപ് ചൈനയുടെ പ്രസിഡന്റിനെ ഇനാഗുറേഷന് ക്ഷണിച്ചിരിക്കുകയാണ് എന്ന്. ഇത് റോയിറ്റേഴ്സിൽ വന്ന വാർത്ത. ഇതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് നവംബർ 5 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞ് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ തന്നെ ട്രംപ് ചൈനയുടെ പ്രസിഡന്റിനെ ഇനാഗുറേഷന് ക്ഷണിച്ചതാണ് എന്ന്. അതായത് ഇന്നോ ഇന്നലെയോ അല്ല ഈ ക്ഷണം നടത്തിയത്. നവംബർ 5 ഇലക്ഷന് വിജയിച്ചു എന്നറിഞ്ഞ് വലിയ താമസിക്കാതെ തന്നെ ചൈനയുടെ പ്രസിഡന്റിനെ ജനുവരി 20 നടത്തുന്ന ഇനാഗുറേഷനിലേക്ക് ട്രംപ് ക്ഷണിച്ചിരുന്നു എന്നതാണ് വാസ്തവം. ഇത് ന്യൂയോർക്ക് പോസ്റ്റിൽ വന്ന വാർത്ത. ഇത് NBC ന്യൂസിൽ വന്ന വാർത്തയാണ്. ഇതിന്റെ രണ്ടാം പാരഗ്രാഫിലും മൂന്നാം പാരഗ്രാഫിലും ആയി പറഞ്ഞിരിക്കുന്നത് ഫ്രണ്ട്സ് ഓഫ് ഫോക്സ് എന്ന പരിപാടിയിൽ വരാൻ പോകുന്ന വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് സ്ഥിരീകരിച്ചു ചൈനയുടെ പ്രസിഡന്റിനെ ഇനാഗുറേഷന് ക്ഷണിച്ചു എന്ന്. ഇത് സുഹൃത്ത് രാജ്യങ്ങളോട് മാത്രമല്ല എതിരാളികളോടും തുറന്ന സംവാദത്തിന് ട്രംപ് തയ്യാറാണ് എന്നതിന്റെ ഉദാഹരണമാണ്. ഇപ്പോൾ കേൾക്കുന്നത് ട്രംപ് ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ വംശീയരായ ആളുകൾക്ക് നിരവധി കോളുകൾ ആണത്രേ ചെല്ലുന്നത് മൈ ഫ്രണ്ടിനെ കൂടി ഇനാഗുറേഷന് ദയവായി വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ഏതായാലും ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വിദേശ നേതാവിനെ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇനാഗുറേഷന് ക്ഷണിക്കുന്നത്. അതും വിശ്വഗുരുവിനെ ക്ഷണിക്കാതെ ഇന്ത്യയുടെ ശത്രുവായ അമേരിക്കയുടെയും ശത്രുവായ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ പ്രസിഡന്റിനെ ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വഗുരുവിന്റെ ഊതിപ്പെരിപ്പിച്ച കള്ളക്കുമുള കുത്തിപ്പൊട്ടിച്ചിരിക്കുകയാണ് മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ്. നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട എന്ന സിനിമയിൽ എന്നെ കൊല്ലാതിരിക്കാൻ ആവുമോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നത് പോലെ മന്ദഭക്തരോട് ഞാൻ ചോദിക്കുകയാണ്, ഇനിയെങ്കിലും വിശ്വഗുരുവിൽ നിന്ന് ഒരു അല്പമെങ്കിലും താഴ്ത്തിപ്പിടിക്കാൻ കഴിയുമോ? കഴിയില്ല അല്ലേ?